നമസ്കാരം. ഞാൻ ഡോക്ടർ ബി ഹരി, അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സുവോളജി, എസ് എൻ കോളേജ് കൊല്ലം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മൈഗ്രേഷൻ ഇൻ ബേർഡ്സിൻ്റെ രണ്ടാം ഭാഗം, ഡയോണൽ ആൻഡ് നൊക്ടർണൽ മൈഗ്രേഷൻ. ബേസ്ഡ് ഓൺ ദ ടൈം ഓഫ് മൈഗ്രേറ്ററി ഫ്ലൈറ്റ്, വില്യം ബ്രൂസ്റ്റർ categorized bird migration into three. They are diurnal migration, nocturnal migration, diurnal as well as nocturnal migration. പകൽ സമയത്ത് സഞ്ചരിക്കുന്നവയുണ്ട്, രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്ന പക്ഷികളുണ്ട്. അതേപോലെ തന്നെ ചില പക്ഷികൾ പകൽ സമയത്തും രാത്രികാലത്തും ഒരേപോലെ തന്നെ സഞ്ചരിക്കുന്നവയുണ്ട്. The diurnal migration occurs mostly in the daylight. പകൽ സമയത്തായിരിക്കും അവ സഞ്ചരിക്കുന്നത്. And the diurnal migrants are usually large sized birds with strong wing and they are long distance flyers. ഒരുപാട് ദൂരം സഞ്ചരിക്കുന്നവയും വളരെ വലിപ്പമുള്ള ചിറകുകളുള്ള പക്ഷികളാണ് ഈ ഡേ ടൈമിൽ മൈഗ്രേറ്റ് ചെയ്യുന്നത്. ദേ ഹാവ് ലീസ്റ്റ് ത്രെറ്റ് ഫ്രം എനിമീസ്. അപ്പോൾ ഇവയുടെ വലിപ്പം കൊണ്ടും അവയുടെ ബോഡി സൈസ് കൊണ്ടുമൊക്കെ അവയ്ക്ക് മിക്കവാറും ഇത്തരം പക്ഷികൾക്ക് വലിയ എനിമീസ് ഒന്നും ഡേ ടൈമിൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ട. And the chief benefit of daytime flight is the thermals. Thermals means the rising current of warm air from the earth's surface towards the sky. അപ്പോൾ ഇങ്ങനെ താഴെ നിന്ന് മുകളിലോട്ടൊരു ലിഫ്റ്റ് ഉള്ളപ്പോൾ പക്ഷികൾക്ക് പറക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അത്തരം പക്ഷികൾ ഡേ ടൈമിൽ, വളരെ വലിപ്പമുള്ള പക്ഷികൾ ഡേ ടൈമിൽ വളരെ സുഗമമായിട്ട് മൈഗ്രേഷൻ നടത്തുകയും ചെയ്യുന്നു. എക്സാമ്പിൾസായിട്ട് നമുക്ക് പഠിക്കേണ്ടത് സാളോസ്, റോബിൻസ്, ബ്ലൂ ബേർഡ്സ്, ബ്ലാക്ക് ജെയ്സ്, ക്രെയിൻസ്, പെലിക്കൻസ്, ഗീസ്, ഡക്സ്, സ്വാൻസ് തുടങ്ങിയവയാണ്. ഇതിൽ തന്നെ ഗീസ്, ഡക്സ്, സ്വാൻസ് ഇവ വളരെ വലിയ ലാർജ് സൈസ്ഡ് ഫ്ലോക്കുകളായിട്ടാണ്, വലിയ കൂട്ടങ്ങളായിട്ടാണ് അവ സഞ്ചരിക്കുന്നത്. ആൻഡ് സം ഓഫ് ദം ഷോസ് ലൂസ് മൈഗ്രേഷൻ. ഫോർ എക്സാമ്പിൾ സാളോസ്, അവ അങ്ങനെ വലിയ ഗ്രൂപ്പുകളായിട്ടല്ല, ചെറിയ ചെറിയ എണ്ണത്തിൽ കുറവുള്ള ഗ്രൂപ്പുകളായിട്ടായിരിക്കും അവ സഞ്ചരിക്കുന്നത്. And some of them take short halts in suitable places on their way for foraging. ചിലവയാണെങ്കിൽ പലപ്പോഴും അവയുടെ യാത്രാമധ്യേന പല സ്ഥലങ്ങളിലും ഇറങ്ങി ആഹാരമൊക്കെ കഴിച്ച് പിന്നീടാണ് മുന്നോട്ട് പോകുന്നത്. സ്വാളോസ് ആൻഡ് സ്വിഫ്റ്റ് ഫീഡ്സ് ഓൺ ഇൻസെക്ട് വൈൽ ദേ ആർ ഓൺ വിങ്സ്. ചിലവയാണെങ്കിൽ പറക്കുന്ന സമയത്ത് തന്നെ അന്തരീക്ഷത്തിൽ പറന്നു കിടക്കുന്ന ഇൻസെക്റ്റുകളെയും മറ്റുമൊക്കെ ആഹരിച്ചുകൊണ്ട് അവ മുന്നോട്ട് പോകുന്നു. ആൻഡ് ദ നൊക്ടർണൽ മൈഗ്രേഷൻ മീൻസ് ദ ഫ്ലൈറ്റ് മോസ്റ്റ്ലി ഒക്കർ ഇൻ ഡാർക്ക്നെസ്. രാത്രികാലങ്ങളിലാണ് ഇത്തരത്തിലുള്ള പക്ഷികൾ സഞ്ചരിക്കുന്നത്. ആൻഡ് ദ നൊക്ടർണൽ മൈഗ്രൻസ് ആർ മോസ്റ്റ്ലി സ്മാൾ സൈസ്ഡ് ബേർഡ്സ്. അവ വലിപ്പത്തിൽ കുറവായിരിക്കും, ചെറുതായിരിക്കും. ആൻഡ് ദ ഡേ ടൈം ദേ ഹാവ് സീരിയസ് ത്രെറ്റ്സ് ഫ്രം എനിമീസ്. അവ പകൽ സമയത്ത് പറക്കുകയാണെങ്കിൽ ഒരുപാട് ശത്രുക്കൾക്ക് അവയ്ക്കുണ്ടാകും. അപ്പോൾ അതിൽ നിന്നൊക്കെ ശത്രുക്കളിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഈ ചെറിയ പക്ഷികളുടെ വലിയ കൂട്ടങ്ങൾ രാത്രികാലങ്ങളിൽ പറക്കുന്നു. ആൻഡ് ദ ഡാർക്ക്നെസ് ഗീവ് ദം പ്രൊട്ടക്ഷൻ. അപ്പോൾ ഇരുട്ടിൻ്റെ മറവിൽ വലിയ ശത്രുക്കളുടെ ഒന്നും ആക്രമണമില്ലാതെ അവയ്ക്ക് മുന്നോട്ട് പറക്കാൻ സാധ്യമാകുന്നു. ആൻഡ് അതർ ബെനിഫിറ്റ്സ് ഇൻക്ലൂഡ് കാമർ ആൻഡ് മോർ സ്റ്റേബിൾ എയർ ഡ്യൂറിങ് നൈറ്റ് ടൈം. ഇതുകൂടാതെ തന്നെ രാത്രികാലങ്ങളിലെ ശാന്തമായ അന്തരീക്ഷത്തിൽ അവയ്ക്ക് പറക്കാൻ, സുഗമമായി പറക്കാനും സാധ്യമാകുന്നു. ആൻഡ് ദ ഡേ ടൈം ദേ ടേക്ക് റെസ്റ്റ് ആൻഡ് എൻഗേജ് ഇൻ ഫോറേജിങ്. പകൽ സമയത്ത് അവ എന്ത് ചെയ്യുന്നു? അവ വിശ്രമിക്കുകയും അതേപോലെ തന്നെ ആഹാരം തേടുകയും ചെയ്യുന്നു. എക്സാമ്പിൾസായിട്ട് നമുക്ക് സ്പാരോസ്, ത്രഷസ്, വാർബ്ലേഴ്സ്, കുക്കൂസ് ഇവയാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇനി ചില പക്ഷികൾ ഡേ ടൈമിലും അതേപോലെ തന്നെ നൈറ്റ് ടൈമിലും ഒരേപോലെ പറക്കുന്നവയുണ്ട്. ദാറ്റ് ഈസ് ദ diurnal as well as nocturnal migration, and in this case the migratory flight occur both during daytime and night, and the migrants are usually large size, strong winged and long distance flyers. അപ്പോൾ ഇവയൊക്കെ രാത്രിയിലും പകലും ഒരേപോലെ സഞ്ചരിക്കാൻ കേപ്പബിലിറ്റി ഉള്ള വളരെ വലിപ്പമുള്ള സ്ട്രോങ് ആയിട്ടുള്ള ബേർഡ്സ് ആണ്. ഫോർ എക്സാമ്പിൾ ഗീസ്, ക്രെയിൻസ്, ഡക്സ് തുടങ്ങിയവയാണ് ഇത്തരത്തിൽ പറക്കുന്നവർ. ദെൻ വി വിൽ ഡിസ്കസ് അബൌട്ട് ദ മൈഗ്രേറ്ററി റൂട്ട്. മൈഗ്രേറ്റ് ചെയ്യുന്ന വഴികളെക്കുറിച്ചിട്ടാണ്. ബേർഡ്സ് മൈഗ്രേറ്റ് ബാക്ക് ആൻഡ് ഫോർത്ത് അലോങ് ഡെഫിനിറ്റ് റൂട്ട്. അപ്പോൾ പക്ഷികൾ പറന്നു പോകുന്നതും തിരിച്ച് പറന്ന് സ്വന്തം നാട്ടിലേക്ക് പോകുന്നതിന് കൃത്യമായിട്ടുള്ള റൂട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് സെയിം ഫോർ ദ സെയിം സ്പീഷീസ് ആൻഡ് ഡിഫറെൻറ്റ് ഫോർ അതർ സ്പീഷീസ്. അപ്പോൾ ഒരു സ്പീഷീസിലുള്ള പക്ഷികൾക്ക് ഈ റൂട്ട് ഒരേപോലെ തന്നെ ആയിരിക്കും. ആ റൂട്ടിൽ കൂടെ തന്നെ ആയിരിക്കും വർഷങ്ങളായിട്ട് മുന്നോട്ട് പോവുകയും അതേപോലെ തന്നെ തിരിച്ച് അവയുടെ വാസസ്ഥലങ്ങളിലേക്ക് തിരിച്ച് പോവുകയും ചെയ്യുന്നത്. And the day migrants are guided by topographic factors like sea coast, mountain ranges, lakes and rivers. അപ്പം
ഡേ ടൈമിൽ പറക്കുന്നവയ്ക്ക് രാത്രി കാലങ്ങളിൽ ഇരുട്ടിൻ്റെ മറവിൽ പറക്കുന്ന പക്ഷികളെ അപേക്ഷിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അവയ്ക്ക് വിഷൻ ഉണ്ടാകും. അപ്പം അവ എന്ത് ചെയ്യുന്നു, ടോപ്പോഗ്രാഫിക് ഫാക്ടേഴ്സ് ആയിട്ടുള്ള കടൽ തീരങ്ങളെയും അതേപോലെ തന്നെ പർവ്വതങ്ങളെയും ലേക്സിനെയും റിവേഴ്സിനെയൊക്കെ ഒരു കണ്ട് ആ റൂട്ട് മനസ്സിലാക്കി മുന്നോട്ട് പറക്കുന്നു. ആൻഡ് ദ മറൈൻ ബേർഡ്സ് നോർമലി ഫോളോ സീ റൂട്ട്സ്. കടൽ പക്ഷികളാണെങ്കിൽ കടലിൻ്റെ തീരത്തെ ആസ്പദമാക്കിയിട്ടായിരിക്കും അവ മുന്നോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഇൻ ലാറ്റിറ്റ്യൂഡൽ മൈഗ്രേഷൻ ദ സൗത്ത്വേർഡ് ജേർണി ഈസ് ലെഡ് ബൈ യങ് ബേർഡ്സ് ആൻഡ് ദേ ആർ ഫോളോഡ് ബൈ അഡൾട്ട് ബേർഡ്സ്. ഇനി ഈ മൈഗ്രേഷൻ ലാറ്റിറ്റ്യൂഡിലാണെങ്കിൽ തെക്കോട്ടുള്ള മൈഗ്രേഷൻ, നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിന്ന് തെക്കൻ ഹെമിസ്ഫിയറിലേക്കുള്ള മൈഗ്രേഷൻ സാധാരണഗതിയിൽ ആദ്യം പറന്നു പോകുന്നത് യങ് ബേർഡ്സ് ആയിരിക്കും. അതിനുശേഷമാണ് അവയെ ഫോളോ ചെയ്തുകൊണ്ട് അഡൾട്ട് ബേർഡുകൾ എത്തുന്നത്. അതേസമയം ഈ ഗ്രൂപ്പിൻ്റെ തന്നെ നോർത്ത് വേർഡ് ജേർണി, അതായത് തെക്കൻ ഭാഗങ്ങളിലെ തെക്കൻ ഹെമിസ്ഫിയറിൽ നിന്ന് വടക്കൻ ഹെമിസ്ഫിയറിലേക്കുള്ള യാത്ര ഇവോട് റിവേഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് അഡൾട്ട് മെയിൽ റീച്ചസ് ദ നോർത്തേൺ ബ്രീഡിംഗ് ഗ്രൗണ്ട് ഫസ്റ്റ്, ഫോളോഡ് ബൈ ദ അഡൾട്ട് ഫീമെയിൽസ് ആൻഡ് ദെൻ ബൈ ഇമ്മച്വർ ബേർഡ്സ്. അപ്പോൾ യങ് വൺസ് ഏറ്റവും അവസാനമായിരിക്കും അവിടെ എത്തുന്നത്. ആദ്യം തന്നെ അഡൾട്ട് മെയിൽ ബേർഡ്സ് ആണ് അവിടെ എത്തിച്ചേരുന്നത്. ആൻഡ് യങ് വൺസ് ഹാവ് നോ പ്രീവിയസ് എക്സ്പീരിയൻസ് ഓഫ് ദ മൈഗ്രേറ്ററി റൂട്ട് and still they successfully complete the journey as an inborn custom with utmost accuracy and precision. ഈ പക്ഷികളുടെ കുഞ്ഞുങ്ങൾക്ക് അത്ര വലിയ പരിചയമൊന്നും ഇല്ലെങ്കിൽ പോലും അവ കൃത്യമായിട്ട് ഈ റൂട്ടിൽ കൂടെ തന്നെ പറന്ന് അവയുടെ ഫീഡിംഗ് ഗ്രൗണ്ടിലും തിരിച്ച് ബ്രീഡിംഗ് ഗ്രൗണ്ടിലും അവ എത്തുന്നുണ്ട്. ഉദാഹരണമായിട്ട് ബാർ ഹെഡഡ് ഗൂസ് മൈഗ്രേഷൻ കോറിഡോർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ FAOയുടെ ഒരു മാപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, മംഗോളിയയിൽ നിന്ന് ചൈന ക്രോസ് ചെയ്ത് ഹിമാലയം ക്രോസ് ചെയ്ത് അവ ഇന്ത്യയുടെ തെക്കേ അറ്റം വരെ എത്തുന്നുണ്ട്. അപ്പോൾ ഈ റൂട്ടിൽ കൂടെ ബാർ ഹെഡഡ് ഗൂസ് വളരെ ഉന്നതമായിട്ടുള്ള ഹിമാലയൻ പർവ്വതനിരയുടെ മുകളിൽ കൂടെയാണ് അവ പറന്ന് ഈ പറഞ്ഞ ഇന്ത്യൻ പെനിൻസുലാർ റീജിയൻ്റെ തെക്കേ പടിഞ്ഞാറേ അറ്റത്ത് വരെ എത്തുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു റൂട്ടിൽ കൂടെയാണ് ഇത്തരം പക്ഷികൾ പറക്കുന്നത്. ആൻഡ് the birds like swallows, bee-eaters, stork and birds of prey include black-kites, vultures and common kestrels start their journey from Africa to the Iberian Peninsula to spend the summer. അപ്പോൾ ഇബീരിയൻ പെനിൻസുല എന്ന് പറയുന്ന യൂറോപ്പിൻ്റെ താഴ്ഭാഗങ്ങളിലുള്ള ആ പെനിൻസുലാർ റീജിയനിൽ അവിടെ നിന്ന് അവ പറന്ന് ഈ സാലോസ് അതേപോലെ തന്നെ ബ്ലാക്ക് കൈറ്റ് തുടങ്ങിയവ പറന്ന് നേരെ ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തേക്ക് എത്തുകയാണ് സമ്മർ സീസൺ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മൈഗ്രേറ്ററി റൂട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പക്ഷികൾ ഉത്തര ധ്രുവങ്ങളിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്ക് അവയുടെ സമ്മർ സീസൺ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തുകയാണ്. ഇനി ലോങ് ഡിസ്റ്റൻസ് മൈഗ്രൻസിനെ കുറിച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മെനി മൈഗ്രേറ്ററി ബേർഡ്സ് കവർ അമേസിങ് ഡിസ്റ്റൻസ്. ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ലതാം സ്നൈപ്പ്. അപ്പോൾ ഇവ ജാപ്പനീസ് സ്നൈപ്പ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഇവ നോൺ സ്റ്റോപ്പ് ഫ്ലയേഴ്സാണ്. അത് ജപ്പാനിൽ നിന്ന് ആസ്ട്രേലിയയിലേക്കും അല്ലെങ്കിൽ ആസ്ട്രേലിയയിൽ നിന്ന് ജപ്പാനിലേക്കും അതേപോലെ തന്നെ ജപ്പാനിൽ നിന്ന് തിരിച്ച് ഓസ്ട്രേലിയയിലേക്കും ഈ ലതാം സ്നൈപ്പുകൾ 4800 കിലോമീറ്റർ ദൂരം ഓൺ സൈഡ് അവ ട്രാവൽ ചെയ്യുന്നുണ്ട്. അത് കടലിൽ കൂടെയാണ് ട്രാവൽ ചെയ്തത്. അപ്പോൾ നോൺ സ്റ്റോപ്പായിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് ജപ്പാനിലേക്കും അതേപോലെ തന്നെ ജപ്പാനിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്കും അവ പല സീസണുകളിൽ നടത്തുന്ന ഈ ഫ്ലൈറ്റ് നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റുകളാണ്. ലോങ് ഡിസ്റ്റൻസ് മൈഗ്രൻസ് ആണ് അവയൊക്കെ. ഇനി ലോങ് ഡിസ്റ്റൻസ് മൈഗ്രൻസ് എക്സാമ്പിളായിട്ട് നമ്മൾ പഠിക്കാനുള്ളത് ആർട്ടിക് ടേൺസ് ആണ്. സോ ദ ആർട്ടിക് ടേൺസ് ട്രാവൽ ദ ലോങ്ങസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് എനി മൈഗ്രേറ്ററി ബേർഡ്. ഇറ്റ്സ് ജേർണി ഫ്രം വൺ പോൾ ടു അനദർ 2 times a year, കവറിങ് എ ഡിസ്റ്റൻസ് ഓഫ് 40,000 കിലോമീറ്റർ. അപ്പം ആർട്ടിക് ടേൺസിനെ നമുക്കിവിടെ കാണാം. ചെറിയ പക്ഷികളാണ്. അവയുടെ ജീവിതചക്രം എന്ന് പറഞ്ഞാൽ ഒരു 26 വർഷത്തോളം ജീവിക്കുന്ന അവ ഏതാണ്ട് 1 മില്യൺ കിലോമീറ്റേഴ്സ് അവ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവയുടെ താമസ സ്ഥലം നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രീഡിംഗ് ഗ്രൗണ്ടുകൾ എന്ന് പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ നിന്ന് അവ ഈ വയലറ്റ് കളറിലുള്ള വിൻ്ററിങ് ഗ്രൗണ്ട്സിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. ആ മൈഗ്രേറ്ററി റൂട്ടുകളാണ് ഈ പച്ച നിറത്തിൽ കാണിച്ചിരിക്കുന്നത്. സോ ദേ വിൽ മൈഗ്രേറ്റ് ഫ്രം ദ നോർത്തേൺ ഹെമിസ്ഫിയർ ടു ദ വിൻ്ററിങ് ഗ്രൗണ്ട്സ് ആൻഡ് ഫ്രം ദ വിൻ്ററിങ് ഗ്രൗണ്ട്സ് ടു ദ നോർത്തേൺ ഹെമിസ്ഫിയർ ഇൻ ദ റെസ്പെക്റ്റീവ് സീസൺസ്. ഇനി ലോങ് ഡിസ്റ്റൻസ് മൈഗ്രൻസിൽ നമുക്ക് എക്സാമ്പിളായിട്ട് പറയുന്നത് സാൻഡ് പൈപ്പേഴ്സും പ്ലോവേഴ്സും ആണ്.
അവ 13,000 കിലോമീറ്ററോളം അവ യാത്ര ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സോളേഴ്സും സ്ട്രോക്സും ദേ ട്രാവൽ എ ഡിസ്റ്റൻസ് ഓഫ് അബൌട്ട് 9,600 കിലോമീറ്റർ ഫ്രം നോർത്തേൺ യൂറോപ്പ് ടു സദേൺ ആഫ്രിക്ക. അപ്പോൾ നോർത്തേൺ യൂറോപ്പിൽ നിന്ന് സദേൺ ആഫ്രിക്കയിലേക്ക് സ്റ്റോർക്കുകളും സ്വാലോസും ഒക്കെ ഫ്ലൈ ചെയ്യുന്നു. അതേപോലെ തിരിച്ച് സദേൺ ആഫ്രിക്കയിൽ നിന്ന് നോർത്തേൺ യൂറോപ്പിലേക്കും അവ ഫ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ആൾട്ടിറ്റ്യൂഡും സ്പീഡ് ഓഫ് മൈഗ്രേറ്ററി ഫ്ലൈറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ the information gathered using radars, telescopes, range-finders, etc. reveal that most migratory birds fly at an altitude below 400 meter. മിക്കവാറും ഒക്കെ 400 മീറ്റർ ഹൈറ്റിലാണ്, അതിന് താഴെയാണ് പറക്കുന്നത്. വെരി ഫ്യൂ ബേർഡ്സ് ഫ്ലൈ അബവ് 900 മീറ്റേഴ്സ്. 900 മീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം 1 കിലോമീറ്ററിന് ഒരു 100 മീറ്റർ കുറവുള്ള ആ ഒരു പൊക്കമാണ്. അപ്പോൾ കൂടുതലും 400 മീറ്ററിനുള്ളിൽ നിന്നാണ് പറക്കുന്നത്. However, some strong flyers such as shorebirds, ducks, geese, they fly at altitude between 1,500 to 2,700 meter height. അപ്പം 2,700 മീറ്ററിനും 1,500 മീറ്ററിനും ഇടയ്ക്കുള്ളൊരു ഹൈറ്റിലാണ് ഈ ഡക്കുകളും ഷോർ ബേർഡ്സും ഒക്കെ പറക്കുന്നത് കാണാം. അപ്പം നമ്മൾ മൈഗ്രേറ്റിംഗ് ആൾട്ടിറ്റ്യൂഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സീ ലെവലിൽ നിന്ന് ഏതാണ്ട് 35,000 അടി, മീറ്ററല്ല അടി ഉയരത്തിലാണ് ജെറ്റ് എയർക്രാഫ്റ്റൊക്കെ ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഒരു 30,000 അടി പൊക്കത്തിലാണ് ബാർ ഹെഡഡ് ഗീസ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് ബാർ ഹെഡഡ് ഗീസ് ചൈന മംഗോളിയ ഭാഗത്തിൽ നിന്ന് ഹിമാലയം ക്രോസ് ചെയ്തിട്ടാണ് അത് ഇന്ത്യയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഏകദേശം 35,000 മീറ്ററിന് മുകളിൽ 35,000 അടിക്ക് മുകളിൽ കൂടെയാണ് അവ പറക്കുന്നത്. അതേപോലെ തന്നെ ഈഗിൾസ്, വൾച്ചേഴ്സ്, ഹാക്സ് തുടങ്ങിയവയൊക്കെ ഏതാണ്ട് 25,000-20,000 അടി ഹൈറ്റിൽ കൂടെയാണ് പറക്കുന്നത്. സീ ബേർഡ്സും ഒക്കെ ആ ഒരു ഷോർ ബേർഡ്സും ഒക്കെ ആ ഒരു ഉയരത്തിൽ കൂടെയാണ് പറക്കുന്നത്. ഡക്സ്, ഗീസ് ഒക്കെ 15,000-20,000 അടി ഉയരത്തിൽ കൂടെയാണ് പറക്കുന്നത്. സോങ് ബേർഡുകളും മോസ്റ്റ് മൈഗ്രേഷൻ ഒക്കെ ചെയ്യുന്നത് 15,000 അടി റേഞ്ചിൽ കൂടെയാണ്. റോബിൻസ്, അതേപോലെ തന്നെ സ്വിഫ്റ്റ്, സോളേഴ്സൊക്കെ 1,000-നും 5,000 അടിക്കിടയ്ക്കുള്ള ഹൈറ്റിൽ കൂടെയാണ് പറക്കുന്നത്. ഇനി ഹിമാലയൻ മേഖലകളിൽ ലാർജ് നമ്പർ ഓഫ് ബേർഡ്സ് മൈഗ്രേറ്റ് ചെയ്യുന്നു. അത് പാസസിൽ കൂടെയാണ്. ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസിൽ ഇടയ്ക്കുള്ള ഗ്യാപ്പുകളിൽ കൂടെ ഏതാണ്ട് 6,000 മീറ്റർ പൊക്കത്തിൽ കൂടെ അവ മൈഗ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. ആൻഡ് ദ ക്രൂയിസിംഗ് സ്പീഡ് ഓഫ് മൈഗ്രേറ്ററി ബേർഡ്സ് റേഞ്ച് ഫ്രം 30 to 60 കിലോമീറ്റർ പെർ അവർ ഇൻ എമംഗ് സ്മാൾ സോങ് ബേർഡ്സ്. അപ്പോൾ 30-60 കിലോമീറ്റർ പെർ അവർ എന്നുള്ള ആ ഒരു സ്പീഡിലാണ് അവ പറക്കുന്നത്, ചെറിയ പക്ഷികൾ. അതേസമയം ഡക്സും ഗീസും ലാർജ് ബേർഡ്സ് ആയിട്ടുള്ള ഫാസ്റ്റ് ഫ്ലയേഴ്സ് ആയിട്ടുള്ള പക്ഷികളാണെങ്കിൽ 60-100 മീറ്റർ പെർ അവർ എന്നുള്ള ആ ഒരു 100 കിലോമീറ്റർ പെർ അവർ എന്നുള്ള, ഇവിടെ മീറ്റർ എന്നാണ് എഴുതിയത്, 100 കിലോമീറ്റർ പെർ അവർ എന്നുള്ള ആ ഒരു വേഗതയിലാണ് അവ പറക്കുന്നത്. ആനുവൽ സ്റ്റിമുലസ് ഫോർ മൈഗ്രേഷനാണ് നമ്മൾ ഇതിനടുത്ത് ചർച്ച ചെയ്യുന്നത്. The actual stimulation for a regular migration among birds is not definitely known. നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. പല പല അഭിപ്രായങ്ങളുണ്ട്. അവയൊക്കെ ക്രോഡീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഇതൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. Still, migration is believed to result from a complex series of events which probably involve the integration of physiological process, behavioral mechanisms, interplay of environmental factors, ഹോർമോണൽ ആൻഡ് ഗൊണാഡിയൽ ഫാക്ടേഴ്സ്. ഇങ്ങനെ പലതരം ഫാക്ടറുകളുടെ ഒരു ഇൻ്റർപ്ലേ കൊണ്ടാണ് ഈ പക്ഷികൾ മൈഗ്രേഷൻ എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ അതിനകത്ത് ആനുവൽ സ്റ്റിമുലസ് ഫോർ മൈഗ്രേഷന് വേണ്ടിയിട്ട് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ദ സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്, then the photoperiod, the changing atmospheric temperature, pressure, weather conditions, etc. are believed to compel the birds to set on migration. ഇപ്പോൾ പക്ഷികൾ പറക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഫുഡിൻ്റെ അവൈലബിലിറ്റി അത് കുറയുമ്പോൾ അവ അവിടെ നിന്ന് പറക്കുന്നു. ഫോട്ടോ പീരീഡിൽ ഉണ്ടാകുന്ന വ്യതിയാനം, പകൽ കുറഞ്ഞ് രാത്രി കൂടുമ്പോൾ അവിടെ നിന്ന് പറക്കുന്നു. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കുറഞ്ഞു വരുമ്പോൾ പ്രഷറിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, വെതർ കണ്ടീഷൻസ്, വളരെ ഹാർഷായിട്ടുള്ള വെതർ കണ്ടീഷൻസിലൊക്കെ പക്ഷികൾ അഡ്വേഴ്സ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ കണ്ടീഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഫേവറബിൾ കണ്ടീഷൻസ്, ധാരാളം ഫുഡും ചൂടും പകൽ വെളിച്ചം കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. സോ ദ വൈറ്റ് സ്റ്റോർ പ്രൊവൈഡ് ആൻ ഗുഡ് എക്സാമ്പിൾ ഹൗ ദ എമൗണ്ട് ഓഫ് ഫുഡ് അവൈലബിൾ അഫക്ട് ദ ബേർഡ് മൈഗ്രേഷൻ. ഇപ്പോൾ വെള്ള കൊക്കുകളുടെ കാര്യത്തിൽ, സ്റ്റോർക്കുകളുടെ കാര്യത്തിൽ, വലിയ കൊക്കുകളാണ് സ്റ്റോർക്കുകളുടെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുഡ് കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് അവ മൈഗ്രേറ്റ് ചെയ്യുന്നു.
these stork used to come to the Iberian Peninsula to spend the summer and breed. And then in the autumn, they migrate to the Africa to winter there. അപ്പോൾ വിൻ്റർ സീസണിൽ ഇബീരിയൻ പെനിൻസുലയിൽ തണുപ്പ് കൂടുമ്പോൾ അവ അവിടെ നിന്ന് പറന്ന് ആഫ്രിക്കയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവയുടെ ആ ഒരു മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ കൃത്യമായിട്ടൊരു പാറ്റേണിൽ കൃത്യമായിട്ടുള്ള റൂട്ടിൽ കൂടെയാണ് അവ പറക്കുന്നത്. ഹൗവർ മോർ ആൻഡ് മോർ സ്റ്റോക്സ് ആർ നൗ വിൻ്റർ ഇൻ ദ ഇബീരിയൻ പെനിൻസുല. ഇപ്പോൾ മഞ്ഞുകാലത്ത് തന്നെ, തണുപ്പുള്ള കാലത്ത് തന്നെ കൂടുതൽ പക്ഷികളും ഇങ്ങനൊരു പറക്കൽ, ഒരു ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള പറക്കൽ ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ പക്ഷികൾ ഇബീരിയൻ പെനിൻസുലയിൽ തന്നെ റിട്ടേൺ ചെയ്യാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. ദിസ് ഈസ് ഡ്യൂ ടു ദ ഗ്രേറ്റർ നമ്പർ ഓഫ് റബിഷ് ഡംസ് ദാറ്റ് പ്രൊവൈഡ് ദം വിത്ത് ഫുഡ് ത്രൂ ഔട്ട് ദ ഇയർ. അപ്പം ഇയർ റൗണ്ടായിട്ട് ഫുഡ് അവൈലബിൾ ആണ്. പ്രധാനമായിട്ട് മനുഷ്യർ വലിച്ചെറിയപ്പെടുന്ന വസ്തുക്കളിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഫുഡാണ് അവയ്ക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ അവൈലബിലിറ്റി ത്രൂ ഔട്ട് ദ ഇയർ ലഭ്യമാകുന്നതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ കുറവ് അവയ്ക്ക് അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു കാരണം കൊണ്ട് ആഫ്രിക്കയിലേക്ക് പറക്കുന്നില്ല. Then it is likely that the change is also related to the higher temperatures in the peninsula which resulting from climatic change. മാത്രമല്ല കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്, കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇബീരിയൻ പെനിൻസുലയുടെ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ചൂട് വർധനവ് കൊണ്ട് അവിടെ അനുഭവപ്പെടുന്ന വിൻ്ററിൻ്റെ ഇഫക്റ്റ് കുറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ ലഭ്യമായതുകൊണ്ട് അവ ഇബീരിയൻ പെനിൻസുലയിൽ തന്നെ ഈ ഒരു ഹൈ എനർജി എക്സ്പെൻഡിച്ചർ ആവശ്യമായിട്ടുള്ള മൈഗ്രേഷൻ ഒഴിവാക്കിക്കൊണ്ട് വൈറ്റ് സ്റ്റോർക്കുകൾ കൃത്യമായിട്ട് ഉള്ള മൈഗ്രേറ്ററി റൂട്ടിൽ കൂടെ യാത്ര ചെയ്യാതെ ഇബീരിയൻ പെനിൻസുലയിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. And William Rowan has suggested that the changing daylight provide primary environmental stimulus for spring migration. അപ്പോൾ സ്പ്രിംഗ് മൈഗ്രേഷന് പ്രധാനമായിട്ടും സ്റ്റിമുലസ് ഉണ്ടാകുന്നത് ഡേലൈറ്റിലെ വ്യത്യാസങ്ങളാണ്. So the increased light perceived by the eyes of the birds stimulate the hypothalamus. പകൽ സമയം കൂടുമ്പോൾ കൂടുതൽ ലൈറ്റ് അവയ്ക്ക് അനുഭവപ്പെടുമ്പോൾ അവ ഹൈപ്പോതലാമസ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയും ആൻഡ് ദ ഹൈപ്പോതലാമസ് റിലീസസ് എ റിലീസിങ് ഹോർമോൺ ടു ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അപ്പോൾ ഹൈപ്പോതലാമസിൽ നിന്ന് റിലീസിങ് ഹോർമോൺസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് എത്തിയും ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡുകൾ കൂടുതൽ ട്രോപ്പിക് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നു. ആൻഡ് ദീസ് ട്രോപ്പിക് ഹോർമോൺസ് സ്റ്റിമുലേറ്റ് ഗൊണാഡൽ ട്രോപ്പിക് ഹോർമോൺസ് സ്റ്റിമുലേറ്റ് the gonads and other endocrine glands, and followed by the physiological changes that takes place in the body of the bird, and the animal plunge into migration, and this occur from the stimulus that the bird receive from the environment. അപ്പോൾ കൂടുതൽ ലൈറ്റ് അവ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ, ഡേ ലൈറ്റ് കൂടുമ്പോൾ അതിനോടനുബന്ധിച്ച് ഹൈപ്പോതലാമസ് വഴി പിറ്റ്യൂട്ടറി ആക്സിസ് വഴി ഗൊണാഡിലേക്കുള്ള ആ ഒരു സ്റ്റിമുലസ് ഉണ്ടാവുകയും പക്ഷികൾ പറക്കാനുള്ള ഒരു അർജ് കാണിക്കുകയും ചെയ്യുന്നു. Then Bisonus holds the view that the birds migrate due to decreased pituitary and gonadal activities. ഇനി മൈഗ്രേഷൻ ഉണ്ടാകുന്നതിന് പിറ്റ്യൂട്ടറി ഗൊണാഡൽ ആക്ടിവിറ്റീസ് കുറയുന്നതും ഒരു കാരണമാകാം. The birds do not breed due to low activity of pituitary and gonads. ബ്രീഡിങ് ആ ഒരു പ്രോസസ്സ് കുറഞ്ഞിരിക്കും. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ റിലീസ് ട്രോപ്പിക് ഹോർമോൺസിൻ്റെ റിലീസിങ് ഉണ്ടാകുന്നില്ല, ട്രോപ്പിക് ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ ഇല്ലാതെ വരുമ്പോൾ ഗൊണാഡ്സ് വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ മൈഗ്രേറ്ററി ബേർഡ്സ് ഇത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി ഫീഡിംഗ് ഗ്രൗണ്ടിലേക്ക് നടത്തുകയും അവ Woolson claims that large scale fat deposition is the primary internal stimulation for migration because fats are high octane fuels which can provide sufficient energy store for long distance migration. അപ്പം വൂൾസൻ്റെ അഭിപ്രായത്തിൽ ലാർജ് സ്കെയിൽ ഫാറ്റ് ഡെപ്പോസിഷൻ ആണ് പ്രധാനപ്പെട്ട ഒരു സ്റ്റിമുലസ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഫാറ്റ് റിസർവ് മൈഗ്രേഷന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു എനർജി റിസോഴ്സാണ്. അപ്പോൾ ഈ റിസോഴ്സ് കൂടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവയ്ക്ക് പറക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും. അതോടൊപ്പം തന്നെ മറ്റൊരു കാരണം ഡേ ലൈറ്റിലെ ഇൻക്രീസാണ്. സോ ദ ഇൻക്രീസ്ഡ് ഡേ ലെങ്ത് സ്റ്റിമുലേറ്റ് ദ പിറ്റ്യൂട്ടറി ആൻഡ് ദ സ്റ്റിമുലേറ്റ് ദ ഗൊണാഡ്സ് ആൻഡ് ആൾസോ എൻഹാൻസ് ദ ഫാറ്റ് ഡെപ്പോസിഷൻ. അപ്പം ഡേ ലൈറ്റ് കൂടുന്നതനുസരിച്ചിട്ട് ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുന്നുണ്ട്. കാരണം പിറ്റ്യൂട്ടറി ഗ്ലാൻഡും ഗൊണാഡ്സിൻ്റെയും ഒരു ഇഫക്റ്റ് ഫാറ്റ് ഡെപ്പോസിഷനെ അവ സഹായിക്കുന്നു. സോ ദ ബേർഡ്സ് feed actively and heavily and they become too fat
And this is a migratory preparation, and this condition is known as suctimug. And under this influence, the bird undertake and maintain the migratory flight. Migratory ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് അവ പ്രിപ്പയർ ചെയ്ത് അവ മൈഗ്രേഷൻ ഷോ ചെയ്യുകയും ചെയ്യുന്നു. ആൻഡ് നൗ വിൽ ഡിസ്കസ് അബൌട്ട് ദ നാവിഗേഷൻ ആൻഡ് ഓറിയൻറ്റേഷൻ. ദ മൈഗ്രേറ്ററി ബേർഡ്സ് നാവിഗേറ്റ് ബൈ ക്യൂസ് വിച്ച് ആർ നോട്ട് ഡെഫിനറ്റ്ലി അണ്ടർസ്റ്റുഡ്. കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പാടില്ല എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ മൈഗ്രേറ്റ് ചെയ്യുന്നത് ഏതൊക്കെ വഴികളിൽ കൂടെ എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്നുള്ള ഏത് മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ് അവ യാത്ര ചെയ്യുന്നതിനെ കുറിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള അറിവൊന്നുമില്ല. Sun, stars, landforms, sense and even Earth's magnetic field are believed to serve as cues for their navigation. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം സൂര്യൻ്റെ നക്ഷത്രങ്ങളിലെ ലാൻഡ് ഫോംസ്, മണം, അതേപോലെ തന്നെ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇവയൊക്കെ ആസ്പദമാക്കിക്കൊണ്ട് ഈ പക്ഷികൾ പറക്കുന്നു. The young birds which doesn't have previous experience follow the traditional route which their parents has followed seems to be mysterious. അപ്പോൾ വളരെ ആശ്ചര്യകരമായിട്ടുള്ള ഒരു വസ്തുതയാണ് ഈ പക്ഷികളുടെ കുഞ്ഞുങ്ങൾ ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ അവയുടെ പേരൻസ് പറന്ന വഴിയിൽ കൂടെ അവ കൃത്യമായിട്ട് ഓരോ വർഷവും പറക്കുന്നു. And some young birds return exactly to the same place from their parents have started their migration. അപ്പം അവയുടെ രക്ഷകർത്താക്കൾ യാത്ര തിരിച്ച സ്ഥലങ്ങളിൽ അവ രക്ഷകർത്താക്കളുടെ സഹായമില്ലാതെ തന്നെ അവിടെ എത്തിച്ചേരാനുള്ള കേപ്പബിലിറ്റി ഈ പക്ഷികൾക്കുണ്ട്. And this indicate that the bird has some Now we will discuss about navigation and orientation. This indicate that the bird has some internal navigation system by which they can fix their forward and backward routes to their breeding ground and the feeding ground. ബ്രീഡിംഗ് ഗ്രൗണ്ടിൽ നിന്നും ഫീഡിംഗ് ഗ്രൗണ്ടിലേക്കും തിരിച്ചുമുള്ള യാത്രകൾ ചെയ്യുന്നതിന് പക്ഷികളെ സഹായിക്കുന്നത് അവയുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഇൻറ്റേർണൽ നാവിഗേഷൻ സിസ്റ്റമാണ്. And it has been established that the migratory birds may take use of visual landmarks like sea coast, islands, mountain ranges, etc. Then the compass direction of the celestial bodies like sun and stars, polarized light, low frequency sound, UV rays, Earth's magnetic field, and even the direction of wind. So based on all these factors, they navigate and orient themselves from the breeding ground to the feeding ground and from the feeding ground to breeding ground. And three basic mechanisms have believed to operate the migratory routes. They are exploration, orientation and navigation. ഇങ്ങനെ മൂന്ന് ബേസിക് മെക്കാനിസത്തിനെ ഉപയോഗിച്ചിട്ടാണ് ഈ പക്ഷികൾ പറക്കുന്നത്. An experiment showed that the birds can orient themselves in relation to sun and stars, and they use the memory of sun arc in relation to horizon. അപ്പം ഈ പക്ഷികൾ സൂര്യൻ്റെ ആ ഒരു കാഴ്ച അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവ പറക്കുന്നത്. ആൻഡ് ആക്യുറേറ്റ് അസസ്മെൻറ്റ് ഓഫ് സൺസ് ആൾട്ടിറ്റ്യൂഡ്, കൃത്യമായിട്ടുള്ള ആ ഒരു ആൾട്ടിറ്റ്യൂഡ്, സണ്ണിൻ്റെ ആൾട്ടിറ്റ്യൂഡ് മനസ്സിലാക്കി അതിനെ റെഫറൻസ് പോയിൻ്റായിട്ട് വെച്ചുകൊണ്ടാണ് അവ പറക്കുന്നത്. സോ ദ എബിലിറ്റി ടു ഡിറ്റർമിൻ വെദർ ദ സൺ ഈസ് റൈസിങ് ഓർ ഫാളിങ്, അപ്പോൾ സൂര്യൻ ഉദിച്ചുയരുകയാണോ അവ അസ്തമിക്കുകയാണോ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ പക്ഷികൾ അവയുടെ ഡയറക്ഷനും അതേപോലെ തന്നെ പറക്കുന്ന രീതികളുമൊക്കെ അതിനടിസ്ഥാനമാക്കി പറക്കുന്നു. ആൻഡ് ഫോർ ദീസ് ബേർഡ്സ് ഹാവ് ആൻ ഇൻറ്റേർണൽ ക്രോണോമീറ്റർ, അപ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു ടൈമിംഗ് മെഷീൻ പോലെയുള്ള ഒരു അവസ്ഥ, അത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു അറിവ് നമുക്ക് കിട്ടിയിട്ടില്ല. എങ്കിലും എക്സ്പെരിമെൻറ്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു സമയത്തെക്കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു അവബോധം ഈ പക്ഷികൾക്കുണ്ട്. സൂര്യൻ ഉദിച്ചുയരുന്നതും അസ്തമിക്കുന്നതും അവയ്ക്ക് മനസ്സിലാകുന്നുണ്ട്, ഏത് ഡയറക്ഷനിലാണ് സൂര്യൻ ഉദിച്ചിരുന്നത്. Now we will discuss about the findings revealed by Matthews, Carmer, Sauer. They have revealed that the diurnal migrants fix their route based on the angle which the sun make with the earth. ഇപ്പോൾ ഭൂമിയും സൂര്യനും പക്ഷിയും ചേർന്നിട്ടുള്ള ആ ഒരു ആംഗിളിൻ്റെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പക്ഷികൾ പറക്കുകയാണ്. ആൻഡ് ദ നൊക്ടർണൽ മൈഗ്രൻസ് ആർ ഗൈഡഡ് ബൈ സ്റ്റാർസ്. രാത്രികാലങ്ങളിൽ നക്ഷത്രങ്ങളുടെ പൊസിഷൻ മനസ്സിലാക്കിക്കൊണ്ട് പക്ഷികൾ അവ ദിശ കൃത്യമായിട്ട് മനസ്സിലാക്കി അവ മുന്നോട്ട് പറക്കുന്നു. ആൻഡ് ദ ഗ്ലിംപ്സസ് ഓഫ് സൺ ത്രൂ ഹെവി ക്ലൗഡ്സ് ഈസ് ഇനഫ് ഫോർ എ ബേർഡ് ടു റെക്കഗ്നൈസ് ഇറ്റ്സ് റൂട്ട്. ഇപ്പം മേഘാവൃതമായിട്ടുള്ള ആകാശത്ത് പോലും സൂര്യപ്രകാശത്തിൻ്റെ സൂര്യകിരണങ്ങളുടെ ഒരു കാഴ്ച മാത്രം മതി അവയ്ക്ക് കൃത്യമായിട്ട് ഏത് ദിശയിൽ കൂടെയാണ് അവ പറക്കേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവ പറക്കുന്നു. Dr. Salim Ali, the birdman of India, observed that when the sun remains hidden for long periods, the migratory birds tend to lose their way.
ഇപ്പം ആകാശം ഒരുപാട് സമയം മൺസൂൺ സീസൺ പോലെയുള്ള റെയിനി സീസണിലൊക്കെ മേഘാവൃതമായി കിടക്കുന്ന സമയത്ത് സൂര്യപ്രകാശം സൂര്യൻ്റെ ഒരു കാഴ്ച അവയ്ക്ക് കിട്ടാതെ വരുമ്പോൾ അവയുടെ വഴി ശരിക്കും പറഞ്ഞ് തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. Then we will discuss about the advantages of migration. So the birds migrate for better conditions of feeding and breeding and survival. പക്ഷികൾ പറക്കുന്നത് ഈ മൈഗ്രേഷൻ നടത്തുന്നത് കൃത്യമായിട്ടും അവയുടെ സുരക്ഷയെ കരുതിയിട്ടാണ്. നല്ല ആഹാരവും നല്ല ബ്രീഡിംഗ് ഗ്രൗണ്ടും നല്ല രീതിയിലുള്ളൊരു ജീവിതം ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ് അവ മൈഗ്രേറ്റ് ചെയ്യുന്നത്. So we will discuss about the advantages of migration. First one is the migration enable the birds to escape from adverse conditions such as cold, snowfall, hot summers, stormy weather conditions, etc. അപ്പം അഡ്വേഴ്സ് ആയിട്ടുള്ള വെതർ കണ്ടീഷനിൽ നിന്ന് രക്ഷപ്പെടുക, അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. സെക്കൻഡ് അഡ്വാൻറ്റേജ് ഈസ് മൈഗ്രേഷൻ ഹെൽപ്പ് ദ ബേർഡ് ടു സെക്യൂർ ഫേവറബിൾ ക്ലൈമറ്റ്, abundant food supply, extensive nesting and breeding areas, long daylights to collect food for their offsprings. അപ്പോൾ ഈ പറക്കൽ പ്രക്രിയ കൊണ്ട് അവ വളരെ ഫേവറബിളായിട്ടുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഉള്ള സ്ഥലത്തെത്തുകയും ധാരാളം ഭക്ഷണം അവയ്ക്ക് ലഭ്യമാകുകയും അതേപോലെ തന്നെ കൂടുണ്ടാക്കുന്നതിനും ബ്രീഡിങ്ങിനും വേണ്ടിയിട്ടുള്ള സ്ഥലം ലഭ്യമാകുകയും കൂടുതൽ ഡേ ടൈമുള്ള കാലാവസ്ഥയിൽ ആ ഒരു സീസണിൽ അവയ്ക്ക് കൂടുതൽ ഭക്ഷണം തേടാൻ പറ്റുകയും ചെയ്യുന്നു. Then the third advantage is migration provide increased opportunity for sexual reproduction and gene exchange. വളരെ ഒരു ഹെട്രോസൈഗസ് ആയിട്ടുള്ള അവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജീൻ എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് ഒരുപാട് പക്ഷികളെ മീറ്റ് ചെയ്യാൻ സാധ്യമാകുന്ന ഒരു സാഹചര്യമാണ്. അപ്പം ഒരു ജീൻ പൂൾ എൻറിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരു ജനറ്റിക് ഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതും പോപ്പുലേഷൻ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടിരിക്കുന്നതിനും ഇത്തരത്തിലുള്ള മൈഗ്രേഷൻ സഹായിക്കുന്നുണ്ട്. Then migration increases the survival value of individual birds as the predation pressure is divided among them due to aggregation of countless number of birds in an area. അപ്പം പ്രിഡേറ്റേഴ്സിൽ നിന്നുണ്ടാകുന്ന ആക്രമണ ഭീഷണി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പക്ഷികൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അവയുടെ പുറത്തുണ്ടാകുന്ന പ്രിഡേറ്ററി പ്രഷർ എന്ന് പറയുന്നത് ഒരു പക്ഷിയുടെ പുറത്തുണ്ടാകുന്നത് വളരെ തുച്ഛമായിരിക്കും. അത്തരത്തിലുള്ള ഒരു അഡ്വാൻറ്റേജ് അവയ്ക്ക് കിട്ടുന്നുണ്ട്. അഞ്ചാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈഗ്രേഷൻ ഇൻക്രീസസ് ദ അഡാപ്റ്റബിലിറ്റി ഓഫ് മൈഗ്രേറ്ററി ബേർഡ്സ് ബൈ എക്സ്പോസിങ് ദം ടു ഡൈവേഴ്സ് ഇക്കോളജിക്കൽ കണ്ടീഷൻസ്. അപ്പോൾ പക്ഷികളുടെ ഒരു അഡാപ്റ്റീവ് നേച്ചറിനെ കൂട്ടുകയാണ്. കാരണം അവ വളരെ ഡൈവേഴ്സായിട്ടുള്ള ഈ ബ്രീഡിംഗ് ഗ്രൗണ്ടിൽ നിന്ന് ഫീഡിംഗ് ഗ്രൗണ്ടിലേക്ക് തിരിച്ച് പറക്കുകയും ചെയ്യുമ്പോൾ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ഇക്കോളജിക്കൽ ഏരിയയിൽ കൂടെ അവ സഞ്ചരിക്കുകയും അത്തരത്തിലുള്ള എക്സ്പോഷർ അവയ്ക്ക് കിട്ടുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റാണ് മൈഗ്രേറ്ററി ബേർഡ്സിന് ഈ മൈഗ്രേഷൻ കൊണ്ട് ഉണ്ടാകുന്നത്. ഇതുകൂടാതെ ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. സോ വിൽ ഡിസ്കസ് ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് മൈഗ്രേഷൻ. Many young ones are not able to reach the destination because they die during the course of continuous and tiresome journey. ഈ പറക്കൽ പ്രക്രിയ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു 13,000, 4,000, 5,000 കിലോമീറ്ററൊക്കെയാണ് അവ പറക്കുന്നത്. ഈ ഒരു പറക്കൽ പ്രക്രിയയിൽ പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് യങ് വൺസിന് ഇത്രയും ദൂരമൊക്കെ പറക്കാനുള്ള ശേഷി ഇല്ലാതെ വരുമ്പോൾ പലതും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുകയില്ല. വഴിയിൽ വീണ് മരിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാകാം. Sudden changes in the climate such as storms, hurricanes, strong currents of winds, fog are the causes of death for a sizable number of migrants. ഒരുപാട് അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും അതേപോലെ തന്നെ വിൻഡിൻ്റെ കറണ്ടുകളും അതേ മൂടൽമഞ്ഞും ഒക്കെ കണ്ട് ഒരുപാട് പക്ഷികൾ മരിക്കാനുള്ള സാധ്യതയുണ്ട്. Some man-made high towers, windmills and lighthouses causes the ഡെത്ത് ഓഫ് മൈഗ്രേറ്ററി ബേർഡ്സ്. ഇതുകൂടാതെ മനുഷ്യൻ്റെ വക ഒരുപാട് തടസ്സങ്ങൾ വളരെ വലിയ പൊക്കമുള്ള കെട്ടിടങ്ങൾ, അതേപോലെ തന്നെ വിൻഡ് മില്ലുകൾ, അതേപോലെ ലൈറ്റ് ഹൗസസ്, എയ്റോപ്ലെയിൻസ് തുടങ്ങിയവയൊക്കെ തന്നെ ഇത്തരത്തിൽ പക്ഷികളുടെ മൈഗ്രേഷനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഘടകങ്ങളാണ്. Man themselves are responsible for the death of the migrants. They shoot these poor birds just for their leisure and amusement. വിനോദത്തിനും വിശ്രമത്തിനും വേണ്ടിയിട്ടൊക്കെ ഈ പക്ഷികളെ വേട്ടയാടി അവയെ നശിപ്പിക്കുന്ന ഒരു പ്രക്രിയ മനുഷ്യനുണ്ട്. അത്തരം ആന്ത്രപ്പോജനിക്കായിട്ടുള്ള പ്രഷറും ഏറി വരികയാണ്.
ആൻഡ് ദ മൈഗ്രേഷൻ ഈസ് ഹൈലി എക്സ്പെൻസീവ് ഇൻ ടേംസ് ഓഫ് എനർജി. ഈ മൈഗ്രേറ്ററി പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 10,000-കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്ന ആ ഒരു പ്രോസസ്സിന് ഒരുപാട് എനർജി ആവശ്യമാണ്. അപ്പോൾ വളരെയധികം എനർജി എക്സ്പെൻഡിച്ചറുള്ള ഒരു പ്രോസസ്സ്, അതിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യം എത്തിച്ചേർന്നാൽ മാത്രമാണ് പക്ഷികൾക്ക് അത് പെർഫോം ചെയ്യാൻ പറ്റുക. അതിൽ ശേഷിയില്ലാത്തവർ മിക്കവാറും ഈ യാത്രയിൽ അവയുടെ സർവൈവൽ ക്വസ്റ്റ്യനബിൾ ആകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ദെൻ വി ഡിസ്കസ് അബൌട്ട് ദ ത്രെറ്റ് ടു ബേർഡ് മൈഗ്രേഷൻ. ബേർഡ് മൈഗ്രേഷൻ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ, ആൾട്രേഷൻ ഓഫ് കോസ്റ്റൽ ഏരിയാസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് മാൻകൈൻഡ് ഹാസ് നൗ ഡിസ്ട്രോയിഡ് മെനി ഇമ്പോർട്ടൻറ്റ് സ്റ്റോപ്പ് ഓവർ സൈറ്റ്സ് ആൻഡ് ദ റെസ്റ്റിംഗ് ആൻഡ് റീഫ്യൂവലിംഗ് സ്റ്റേഷൻസ് ഓഫ് മൈഗ്രേറ്ററി ബേർഡ്സ്. ഇപ്പോൾ മനുഷ്യൻ്റെ അത്യാർത്തി മൂലം ഈ കോസ്റ്റൽ ഏരിയയൊക്കെ അവിടുത്തെ പരിസ്ഥിതി തന്നെ ഇല്ലാതാക്കി മാറ്റുകയാണ്. കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് മാൻഗ്രൂവ് ഏരിയാസും വെറ്റ്ലാൻഡും ഒക്കെ നശിപ്പിച്ചുകൊണ്ടുള്ള മനുഷ്യൻ്റെ ആക്ടിവിറ്റികൾ ഈ പക്ഷികളുടെ സ്വാഭാവികമായിട്ടുള്ള സ്റ്റോപ്പ് ഓവർ സൈറ്റുകളും റെസ്റ്റിംഗ് സൈറ്റുകളും അതുപോലെ തന്നെ ആഹാരം കഴിച്ച് റീഫ്യൂവൽ നടത്താനുള്ള സൈറ്റുകളൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. Then reclamation of coastal wetlands has caused serious problems for migratory birds on a global basis. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഗ്ലോബലായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഈ വെറ്റ്ലാൻഡുകളുടെ നശീകരണം. ആൻഡ് ലോസ് ഓഫ് മൈഗ്രേറ്ററി സ്റ്റോപ്പ് ഓവർ സൈറ്റ് നാച്ചുറലി ഡിക്ലൈൻ ദ ക്രിട്ടിക്കൽ റിസോഴ്സസ് ഫോർ എ മൈഗ്രേറ്ററി ബേർഡ്സ്. ഇങ്ങനെ വർഷങ്ങളോളം മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന പക്ഷികൾ ഒരു സീസൺ കഴിഞ്ഞ് അടുത്ത സീസണിൽ എത്തുമ്പോൾ അവ പണ്ട് ആഹാരം കഴിച്ചിരുന്ന അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്തിരുന്ന സ്ഥലമൊന്നും ഇല്ലാതായി മാറുന്ന ആ ഒരു അവസ്ഥ പലപ്പോഴും ഇത്തരത്തിൽ പക്ഷികളുടെ സർവൈവലിനെ തന്നെ തടസ്സപ്പെടുത്തുന്നതാണ്. അപ്പം വരും വർഷങ്ങളിൽ പക്ഷികളുടെ എണ്ണം കുറയുന്നു, സ്പീഷീസുകളുടെ എണ്ണം കുറയുന്നു. ഈ ഒരു പ്രക്രിയ അനുസ്യൂതം നടക്കുന്നു. നശീകരണ പ്രക്രിയ അനുസ്യൂതം നടക്കുന്നതനുസരിച്ചിട്ട് മൈഗ്രേറ്ററി ബേർഡ്സിൻ്റെ എണ്ണവും കുറയുന്നു, അതേപോലെ സ്പീഷീസുകളുടെ എണ്ണവും കുറയുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധ്യമാകുന്നത്. നമുക്കൊരു എക്സാമ്പിളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ ആഫ്രിക്കൻ മൈഗ്രൻസിൻ്റെ ത്രെട്ടുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബേർഡ് പോപ്പുലേഷൻ ആർ ഇൻ സ്റ്റീപ്പ് ഡിക്ലൈൻ despite of not migrating across the black spot of illegal killing. Habitat degradation and loss are likely to the most important causes, but climate change also affect the population. ഇപ്പോൾ ഈ പിക്ചറിൽ കാണപ്പെടുന്ന കുത്തിട്ടുള്ള സ്ഥലങ്ങൾ ബ്ലാക്ക് ഡോട്ടുകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് 3 പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഒന്ന് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ജനറലായിട്ടുണ്ട്, അതേപോലെ തന്നെ ഹാബിറ്റാറ്റ് ഡീഗ്രഡേഷനും ലോസുകളും, അതേപോലെ തന്നെ ഇല്ലീഗൽ കില്ലിങ്ങും. ഇപ്പോൾ ഇല്ലീഗൽ കില്ലിങ്ങിൻ്റെ ഏരിയാസാണ് കൂടുതലായിട്ടും കാണുന്നത്. അപ്പം മനുഷ്യരുടെ ആക്ടിവിറ്റികൾ, പ്രത്യേകിച്ച് മെഡിറ്ററേനിയൻ ഏരിയയിൽ കാണപ്പെടുന്ന ബ്ലാക്ക് ഡോട്ടുകൾ ഇത്തരത്തിൽ മനുഷ്യൻ്റെ കില്ലിംഗ് പ്രോസസ്സ് കൊണ്ട് മൈഗ്രേറ്ററി ബേർഡ്സുകൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ. അതുപോലെ തന്നെ ഹാബിറ്റാറ്റ് ഡീഗ്രഡേഷൻ, അത് അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് ഈ പക്ഷികളുടെ നാച്ചുറലായിട്ടുള്ള ബ്രീഡിംഗ് ഗ്രൗണ്ടുകളും ഫീഡിംഗ് ഗ്രൗണ്ടുകളും വിൻ്റർ ഹാബിറ്റാറ്റുകളും ഒക്കെ നശിപ്പിക്കപ്പെടുകയാണ്. ആൻഡ് ദ ക്ലൈമറ്റ് ചേഞ്ച്, പലപ്പോഴും ക്ലൈമറ്റ് മാറുന്നതനുസരിച്ച് ഈ പക്ഷികൾ നേരത്തെ എത്തപ്പെടുകയാണ് ബ്രീഡിംഗ് ഗ്രൗണ്ടുകളിലേക്കും ഫീഡിംഗ് ഗ്രൗണ്ടിലേക്കും. അവിടെ എത്തുമ്പോൾ ഈ പക്ഷികളുടെ സ്വാഭാവികമായിട്ടുള്ള ആഹാരമായിട്ടുള്ള ഇൻസെക്റ്റുകളും മറ്റൊന്നും അവിടെ ആ സീസണിൽ കാണണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ക്ലൈമറ്റ് ചേഞ്ച് പക്ഷികൾ നേരത്തെ തന്നെ ഏർലിയർ ആയിട്ട് ബ്രീഡിംഗ് ഗ്രൗണ്ടിൽ എത്തിച്ചേരുന്ന സമയത്ത് അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് അവിടെ അവൈലബിൾ അല്ലാത്ത സാഹചര്യങ്ങളും സൃഷ്ടിക്കപ്പെടാറുണ്ട്. അത് പക്ഷികളുടെ സർവൈവലിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. മൈഗ്രേറ്ററി ബേർഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്തുകൊണ്ട്, ആക്ഷൻ പ്ലാൻ വർക്കൗട്ട് ചെയ്തുകൊണ്ട് അവയുടെ സ്വാഭാവികമായിട്ടുള്ള സ്റ്റോപ്പ് ഓവർ സൈറ്റുകൾ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. കാരണം ഇന്ത്യ, കേരളം, നമ്മുടെ കായലോര പ്രദേശങ്ങൾ, കടലോര പ്രദേശങ്ങൾ, വെറ്റ്ലാൻഡുകളൊക്കെ ഏഷ്യൻ ഫ്ലൈവേയുടെ ഒരു പാർട്ടാണ്. ഈ ഭാഗം നമുക്ക് സംരക്ഷിച്ചാൽ മാത്രമേ ഈ മൈഗ്രേറ്ററി ബേർഡ്സിന് സ്വാഭാവികമായിട്ടുള്ള അവയുടെ മൈഗ്രേറ്ററി റൂട്ടുകളിൽ കൂടെ പറക്കാനും അതേപോലെ തന്നെ അവയ്ക്ക് റെസ്റ്റ് ചെയ്യാനും ആഹാരം കഴിച്ച് റീഫ്യൂൽ ചെയ്ത് അവയുടെ യാത്ര തുടരാനും ഒക്കെ സാധ്യമാവുകയുള്ളൂ. തീർച്ചയായിട്ടും നമുക്കൊരു കരുതലുണ്ടെങ്കിൽ മാത്രമേ ഈ പക്ഷികളുടെ ജീവിതത്തിൽ നമുക്കൊരു ഉറപ്പ് നമുക്ക് ഉണ്ടാകാൻ പറ്റുള്ളൂ. സോ താങ്ക് യു വെരി മച്ച്.